ഹജ്ജിനായി മലയാളി ഹാജിമാർ മക്കയിലേക്ക് എത്തുന്നത് തുടരുന്നു. ഉംറ പൂർത്തിയാക്കുന്ന ഹാജിമാർ മക്കയിലെ ചരിത്ര സ്ഥലങ്ങളും സന്ദർശിക്കും. ഇതിനകം 3 ലക്ഷത്തിലേറെ തീർത്ഥാടകർ സൗദിയിലെത്തിയിട്ടുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കരിപ്പൂരിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വരവ് തുടരുകയാണ്. ജിദ്ദയിലെത്തുന്ന ഹാജിമാരെ മക്കയിലേക്ക് ബസ്സുകളിലാണ് എത്തിക്കുന്നത്. മക്കയിലെത്തുന്ന ഹാജിമാർ വിശ്രമം കഴിഞ്ഞയുടനെ ഉംറ പൂർത്തിയാക്കുന്നുണ്ട്. ഓരോ ദിനവും 500ഓളം ഹാജിമാരാണ് എത്തുന്നത്. കഴിഞ്ഞുകൂടെ ഏതാനും കുറേ പ്രയാസങ്ങൾ എന്തായാലും നമുക്കുണ്ടാവും. ആ പ്രയാസങ്ങൾ എളുപ്പമാക്കി തീർക്കാൻ നമുക്ക് ശ്രമിക്കുക. കാരണം എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. പിന്നെ കുറേ ഇത് സാക്രിഫൈസിൻ്റെ ഒരു ഓർമ്മ പുതുക്കലല്ല. മെയ് 26-ന് കൊച്ചിയിൽ നിന്നും ജൂൺ 1-ന് കണ്ണൂരിൽ നിന്നും ഹാജിമാരുടെ വരവ് ആരംഭിക്കും. ഇതോടെ മലയാളി തീർത്ഥാടകരുടെ വരവിനും വേഗമേറും. ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തുന്നവരുടെ എണ്ണത്തിൽ റെക്കോർഡാണ് ഈ വർഷമുള്ളത്. 17,883 പേരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഇത്തവണ ഹജ്ജിനെത്തുക. കഴിഞ്ഞ വർഷം 11,000-ലേറെ പേരായിരുന്നു വന്നത്. ഈ വർഷവും 10,000-ലേറെ പേർ സ്ത്രീകളാണ്. രക്ഷകർത്താവില്ലാതെ, അതായത് തുണയില്ലാതെ ഹജ്ജിനെത്തുന്നവരിൽ 3,582 സ്ത്രീകളുമുണ്ട്. ഇവർക്ക് പ്രത്യേകമാണ് താമസവും സേവന സൗകര്യങ്ങളും. ആഗ്രഹമായിരുന്നു ഹജ്ജിന് വരണമെന്നുള്ള. അപ്പോൾ അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു. ഇൻഷാ അല്ലാഹ് അത് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവണം. അതിന് ആയുസ്സും ആരോഗ്യം അള്ളാഹു തരട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ 3 ലക്ഷത്തിലേറെ ഹാജിമാർ മക്ക മദീനയിൽ എത്തിയിട്ടുണ്ട്. മക്കയും മദീനയും കനത്ത ചൂടിലേക്കും പ്രവേശിക്കുകയാണ്. കനത്ത ചൂടിലേക്ക് പ്രവേശിക്കുന്നതിനിടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യ മന്ത്രാലയം. ഹാജിമാർക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് ഹജ്ജ് മിഷനും രംഗത്തുണ്ട്. മക്കയിലെ അസീസിയയിൽ നിന്നും സാബി സലീമിനൊപ്പം അഫ്താബ് റഹ്മാൻ, മീഡിയ 1.